നിലവിൽ രാഹുൽ ഈശ്വറിനെ തൈക്കാട്ടെ സൈബർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിട്ടില്ല. തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ കസ്റ്റഡിയിലിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഈശ്വറിനെ ഇങ്ങോട്ട് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. തൈക്കാടുള്ള സൈബർ പോലീസ് ആസ്ഥാനത്തേക്ക് രാഹുൽ ഈശ്വറിനെ എത്തിക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിനുശേഷമായിരിക്കും ഈ വിഷയത്തിൽ വിശദമായ ചോദ്യം ചെയ്യലുണ്ടാവുക. നേരത്തെ അതിജീവിത തന്നെ ഇതു സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ അർത്ഥത്തിലുള്ള പരാതി അതിജീവിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ആ അർത്ഥത്തിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഈശ്വറിനെ സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഈ സൈബർ ആസ്ഥാനത്തേക്ക് ഉടൻ തന്നെ എത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ സൈബർ പോലീസ് നേരത്തെ ഈ അർത്ഥത്തിലുള്ള വിവരങ്ങളാണ്. ഉടൻ തന്നെ രാഹുൽ ഈശ്വറിനെ ഇവിടെ എത്തിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. നേരത്തെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നായിരുന്നു രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നത്. നിരന്തരമായ വീഡിയോകളാണ് ഈ പെൺകുട്ടിക്കെതിരെ, അതിജീവിതക്കെതിരെ രാഹുൽ ഈശ്വർ ചെയ്തിരുന്നത്. അതിൽ ഈ കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിൽ അത് പിന്നീട് ഒരു സൈബർ ആക്രമണത്തിലേക്ക് വരെ പോകുന്ന തരത്തിൽ കാരണക്കാരനായത് രാഹുൽ ഈശ്വർ ആയിരുന്നുവെന്നായിരുന്നു പെൺകുട്ടിയുടെ പരാതി. അത്തരത്തിൽ ഈ വിഷയം ഉയർന്നു വന്നതിന് പിന്നാലെ നിരന്തരമായിട്ടുള്ള ബുള്ളിങ് പോലുള്ള തരത്തിലായിരുന്നു രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്ന് തുടരെ വീഡിയോകൾ ഉണ്ടായിരുന്നു. നിയമത്തിന്റെ ആനുകൂല്യത്തിലാണ് ഈ വീഡിയോകൾ ചെയ്യുന്നത് എന്നടക്കം പറഞ്ഞുകൊണ്ടായിരുന്നു രാഹുൽ ഈശ്വർ ഇത്തരത്തിൽ വീഡിയോ ചെയ്തെങ്കിലും അതിനെതിരായിട്ടുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സൈബർ പോലീസ് രാഹുൽ ഈശ്വറിനെ എടുത്തിരിക്കുകയും ഈ പെൺകുട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്യാൻ തൈക്കാട്ടെ സൈബർ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ ഇങ്ങോട്ട് എത്തിയിരിക്കും. ഈ ഇരയെ സംബന്ധിച്ചിടത്തോളം, അതിജീവിതയെ സംബന്ധിച്ചിടത്തോളമുള്ള അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ അടക്കം യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിരന്തരമായി രാഹുൽ ഈശ്വർ വീഡിയോ ചെയ്തിരുന്നു. ആ അർത്ഥത്തിലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അതിജീവിതക്ക് വലിയ തോതിൽ സൈബർ അറ്റാക്ക് നേരിടേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിരുന്നത്. രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പലതരത്തിലുള്ള പ്രതികരണങ്ങൾ അത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയം തന്നെയായിരുന്നു. ഇത്തരത്തിൽ ഒരു പരാതി ഉന്നയിച്ച ഒരു വ്യക്തിക്ക് നേരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉന്നയിക്കാമോ എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നത്. സുനിൽ ഐസക് തുടരുന്നുണ്ട്. സുനിൽ, ഇന്നിപ്പോൾ അല്പസമയം മുമ്പാണ് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് സൈബർ പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. ഒപ്പം തന്നെ പല ഈ മൊബൈൽ ഫോൺ, അതുപോലെ തന്നെ ലാപ്ടോപ്പ്, ഇതൊക്കെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായി എല്ലാ വിവരങ്ങളും എല്ലാ തെളിവുകളും ശേഖരിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണുള്ളത്. അമൃത, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് രാഹുലിനെ തൈക്കാട് സൈബർ സ്റ്റേഷനിലേക്കല്ല കൊണ്ടുവരിക, തിരുവനന്തപുരത്ത് എയർ ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നേരത്തെ സൈബർ സ്റ്റേഷനിലേക്ക് എത്തിക്കുമെന്നായിരുന്നു നമ്മൾ പോലീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് എന്നാൽ അവിടേക്കല്ല കൊണ്ടുപോയിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം എയർ ക്യാമ്പിലേക്ക് ചോദ്യം ചെയ്യലിനായി രാഹുൽ ഈശ്വറിനെ എത്തിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്തത് സൈബർ പോലീസ് തന്നെയാണ്. തൈക്കാട് സ്റ്റേഷനിലെ സൈബർ ടീമാണ്, സൈബർ സംഘമാണ് ഈ കസ്റ്റഡിയിലെടുത്ത രാഹുൽ ഈശ്വറിനെ എയർ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും നിരന്തരമായി അതിജീവിതയായ പെൺകുട്ടിക്കെതിരെ വലിയ തോതിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഒക്കെ സോഷ്യൽ മീഡിയ വഴി ഉയർത്തി എന്ന അതിജീവിതയുടെ പരാതിയിൽ ആണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം പൗട്രിക്കോണത്തെ വീട്ടിൽ നിന്നാണ് രാഹുൽ ഈശ്വറിനെ അല്പസമയം മുമ്പ് സൈബർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പുകൾ, ഒപ്പം മൊബൈൽ ഫോണുകൾ തുടങ്ങിയവയൊക്കെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഈ പെൺകുട്ടി പരാതി കൊടുത്തപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില തെളിവുകളടക്കം വെച്ചുകൊണ്ടാണ് പെൺകുട്ടി DGPക്ക് പരാതി നൽകിയത്. അതായത് രാഹുലിന്റെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, ഒപ്പം സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ള ചില വീഡിയോകളുടെ ലിങ്കുകൾ, അതൊക്കെ അടക്കമാണ് ഇത്തരത്തിൽ ആ പെൺകുട്ടി പരാതി നൽകിയത്. ആ പരാതികൾ പരിശോധിച്ചു, ആ ലിങ്കുകൾ പോലീസ് പരിശോധിച്ചു, ആ വീഡിയോകൾ പോലീസ് വിശദമായി തന്നെ പരിശോധിച്ചു. അതിനുശേഷം പെൺകുട്ടിയുടെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അല്പസമയം മുമ്പ് ഈ പരാതിയിൽ
രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് തിരുവനന്തപുരം AR ക്യാമ്പിലേക്ക് അല്പസമയം മുമ്പ് തന്നെ എത്തിച്ചിട്ടുണ്ട്. AR ക്യാമ്പിൽ എത്തിച്ചതിന് ശേഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കും. രാഹുലിന്റെ ലാപ്ടോപ്പ് അടക്കമുള്ളവ, മൊബൈൽ ഫോൺ അടക്കമുള്ളവ വിശദമായ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അയക്കും. അതിനുശേഷം മാത്രമായിരിക്കും അറസ്റ്റ് നടപടികളിലേക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കാൻ തന്നെയാണോ സൈബർ പോലീസിന്റെ തീരുമാനം, സുനിൽ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിരന്തരമായി ഈ അതിജീവിതയായ പെൺകുട്ടിക്കെതിരെ വലിയ തോതിൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള വ്യാപകമായ വീഡിയോകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഈശ്വർ സോഷ്യൽ മീഡിയയിലും മറ്റും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല നോക്കൂ, ആ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിരന്തരമായ അപവാദ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ വ്യക്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ, ഒപ്പം ആ പെൺകുട്ടിയുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ, അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരമായി അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മാത്രമല്ല പൂർണ്ണമായും രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പൂർണ്ണമായും നിരപരാധിയാണെന്ന തരത്തിലുള്ള പ്രചരണമാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഈശ്വർ നടത്തിയിരിക്കുന്നത്. പെൺകുട്ടിയാണ് കുറ്റക്കാരി, പെൺകുട്ടിയുടെ ഭാഗത്തു നിന്നാണ് വീഴ്ച സംഭവിച്ചിരിക്കുന്നത് എന്ന തരത്തിൽ സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ DGPക്ക് പെൺകുട്ടി പരാതി നൽകുകയും പോലീസ് എന്തായാലും ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. AR ക്യാമ്പിൽ എത്തിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് രാഹുലിനെ എത്തിച്ചിട്ടുണ്ട് AR ക്യാമ്പിലേക്ക്. അവിടെ വെച്ച് വിശദമായ ചോദ്യം ചെയ്യലുണ്ടാകും. ഒരുപക്ഷെ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യതയും പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. സുനിലി സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ സോഷ്യൽ മീഡിയ ഈ പോസ്റ്റുകൾക്ക് താഴേക്ക് വരുന്ന കമന്റുകൾ നമ്മൾ കാണുന്നതാണ്. ഇത് ഏറ്റുപിടിക്കാൻ നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതിനിടുന്ന കമന്റുകളും അതുപോലെ തന്നെ ഷെയറുകളും ഒക്കെ പരിശോധിച്ചാൽ തന്നെ നമുക്കത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ കൂടുതൽ ആളുകൾ ഇയാൾക്ക് പിന്നാലെ തന്നെ ഈ അതിജീവിതയെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്കും അന്വേഷണം എത്തും, അല്ലെങ്കിൽ അവരിലേക്കും കേസെത്തുമെന്ന് കരുതാമോ ഈ ഒരു ഘട്ടത്തിൽ? സ്വാഭാവികമായി അങ്ങനെ ഉണ്ടാവും. കാരണം ഈ പെൺകുട്ടിയെ അപമാനിച്ച തരത്തിലുള്ള വീഡിയോകൾ, പോസ്റ്റുകളൊക്കെ എത്ര പേർ ഷെയർ ചെയ്തിട്ടുണ്ട്, ആരൊക്കെയാണത് കൂടുതലായി പ്രചരിപ്പിച്ചതെന്നൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെൺകുട്ടി മറ്റൊരു പരാതി കൂടി നൽകിയിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ സൈബർ ടീമിനെതിരെയാണ്. കോൺഗ്രസിന്റെ സൈബർ ടീം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പെൺകുട്ടിക്കെതിരെ വ്യാപകമായ പ്രചരണം നടത്തുന്നുണ്ട്. അതായത് പെൺകുട്ടിയുടെ ചിത്രങ്ങളടക്കം പ്രചരിപ്പിച്ചുകൊണ്ടുള്ള പ്രചാരണങ്ങൾ നടത്തുന്നുണ്ട്. അത്തരം പ്രചാരണങ്ങൾക്കെതിരെ പെൺകുട്ടി ചില സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്കെതിരെ കൃത്യമായി പേരെടുത്ത് പറഞ്ഞുകൊണ്ട്, അത് കോൺഗ്രസിന്റെ സൈബർ മീഡിയ ഹാൻഡിലുകളാണ്, അവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളെ പൂർണ്ണമായും കോൺഗ്രസ് നേതാക്കൾ അല്പസമയം മുമ്പ് തള്ളിപ്പറയുകയും ചെയ്തു. നമുക്ക് അറിയാം, ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സൈബർ ആക്രമണത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. മാത്രമല്ല അതിന് പിന്നാലെ KPCC ഡിജിറ്റൽ മീഡിയ സെല്ലിൽ അഴിച്ചുപണികളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ വ്യാപകമായ പ്രചരണം പെൺകുട്ടിക്കെതിരെ നടത്തുന്നു. പെൺകുട്ടിയെ തിരിച്ചറിയുന്ന തരത്തിൽ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, പെൺകുട്ടിയുടെ വിവരങ്ങൾ, വിശദാംശങ്ങൾ, അന്ന് വേണ്ട പെൺകുട്ടിയുടെ വലിയ തോതിൽ അതിനെ അപമാനിക്കുന്ന തരത്തിൽ, ആ കുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ വലിയ പ്രചരണം നടക്കുന്നുണ്ട്. അത്തരം പ്രചരണങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ഒരാൾ രാഹുൽ ഈശ്വർ ആണ് എന്നാണ് അതിജീവിത ഉന്നയിച്ചിരുന്ന പരാതിയിൽ പറഞ്ഞത്. അങ്ങനെ 2 പരാതികളാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിരുന്നത്. ഒന്ന് രാഹുൽ ഈശ്വറിനെതിരെ വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുള്ള പരാതിയും, മറ്റൊന്ന് കോൺഗ്രസിന്റെ ചില സൈബർ മീഡിയ ഹാൻഡിലുകൾ, സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ, അവർക്കെതിരെയും പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ആദ്യഘട്ടം എന്ന നിലയ്ക്ക് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു.